ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കസ്റ്റർഡ് ഫ്രൂട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൂൽ താസയുടെ 200 ml 2 പാക്കറ്റാണ്. കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമുള്ളൊരു കമ്പനിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതിൽ കസ്റ്റാർഡ് പൊടി കലക്കാനായിട്ട് 2 സ്പൂണ് പാല് മാറ്റി വെച്ചിട്ടാണ് പാത്രത്തിലോട്ട് ഒഴിക്കുന്നത്. അപ്പം പാനിലോട്ട് 2 അമൂൽ താസയുടെ 200 ml പാക്കറ്റ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ആൻഡ് പോൾസൺ എന്ന് പറയുന്ന കമ്പനിയുടെ കസ്റ്റാർഡ് പൗഡറാണ്, വാനില ഫ്ലേവർ വരുന്നത്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന 2 സ്പൂൺ പാലിലോട്ട് കട്ടയില്ലാതെ കലക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പൊടിച്ചതോ പൊടിക്കാത്തതോ നമുക്ക് ചേർക്കാം. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഇളക്കി അതൊന്ന് യോജിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഇവിടെ ഒരു ആപ്പിൾ, ഒരു ഗ്രീൻ ആപ്പിൾ, പിന്നെ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് കഴുകി തുടച്ചെടുക്കുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം മുറിച്ചെടുക്കുക. ഞാനിവിടെ ആപ്പിൾ ആദ്യം അരിഞ്ഞെടുത്തു. അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുക. എന്നിട്ട് ഈ അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം കൂടി നമ്മൾ വലിയൊരു ബൗളിലോട്ട് മാറ്റി വെക്കണം. പെട്ടെന്ന് അരിഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല. ആപ്പിൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. എന്നിട്ടൊരു ബൗളിലോട്ട് മാറ്റുവാണ്. പിന്നെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഒരു ബൗളിലോട്ട് മാറ്റി. എന്നിട്ട് ഞാനെടുത്ത് ഗ്രീൻ ആപ്പിൾ എടുത്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്റ്റിക്കർ ഇളക്കി കളയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ പകുതി ഗ്രീൻ ആപ്പിളേ എടുത്തുള്ളൂ. കാരണം എനിക്ക് ഗ്രീൻ ആപ്പിളിനോട് വലിയ താല്പര്യമില്ല. ചെറിയ പുളിപ്പും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പകുതി എടുത്തുള്ളൂ. പിന്നെ മാംഗോ എടുത്തു. മാംഗോയും പകുതി എടുത്തുള്ളൂ. നന്നായിട്ട് പഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി എടുത്തോളൂ. എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മാങ്ങയും കൂടി ആയതുകൊണ്ട് അതിൻ്റെ പകുതി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. അപ്പോൾ ഞാനിനി പൈനാപ്പിളും കൂടെ ഇടാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എല്ലാം മഞ്ഞ കളർ വേണ്ടല്ലോ എന്ന് ഓർത്തു. അങ്ങനെ മാങ്ങ അരിഞ്ഞ് ഞാൻ ബൗളിലോട്ട് തന്നെ മാറ്റി. ആപ്പിളും ഗ്രീൻ ആപ്പിളും ഒക്കെ ഇട്ട ബൗളിലോട്ട് ഈ മാങ്ങയും കൂടെ എടുത്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേനാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഒരു മാന്തളം നിറങ്ങി. അത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് എടുക്കാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടത് ചെറുതായിരുന്നു. അപ്പം ഞാൻ ഓർത്തത് കേടായിരിക്കുന്നു. ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ കേടൊന്നുമല്ല, നല്ലതായിരുന്നു. പിന്നെ അതും കൂടി നന്നായിട്ട് തോടുന്ന വിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുരുക്കൾ മാത്രം ഒരു കളർ മാറ്റത്തിൽ ഇരുന്നത് കൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. അതൊക്കെ മാറ്റിയിട്ട് നല്ല കുരുക്കൾ നോക്കി എടുത്തു. എന്നിട്ട് അതും കൂടി ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. വെറുതെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഇട്ട് കലക്കിയ നമ്മുടെ പാലില്ലേ, അത് ഇച്ചിരി കൂടെ കട്ടിയായിപ്പോൾ നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 സ്പൂൺ മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടി, അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് എല്ലാം കൂടി ഈ കസ്റ്റാർഡ് പാലിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാം. ഇപ്പം ഞാൻ നട്ട്സൊന്നും ഇട്ടിട്ടില്ല, ഫ്രൂട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് എന്നിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, സാധാ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. എന്നിട്ട് 3 മണിക്കൂറിന് ശേഷം ആ തണുപ്പോടുകൂടി തന്നെ നല്ലൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. കുക്കിംഗ് ഒന്നും അറിയണ്ട, നമുക്ക് തീ കത്തിക്കേണ്ട, എണ്ണ വേണ്ട, വേറെ ഒന്നും വേണ്ട. ഇപ്പം മധുരം വേണ്ടാത്തൊരു മധുരം ഇല്ലാണ്ട് ഉണ്ടാക്കി കഴിക്കാം. ആ ഒരു പാലിൻ്റെ ഒരു ഫ്ലേവറായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. മധുരം വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ പഞ്ചസാര വേണ്ടാത്തവർക്ക് ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് തേൻ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.